അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. പുണ്യമാസത്തിലെല്ലാവരും സന്തോഷത്തിലാണല്ലോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. നാം ഏത് മാസമാണേലും നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലേ? ഓരോ കാര്യങ്ങൾ നടക്കുന്നില്ല, ഒന്നും പെട്ടെന്ന് നടക്കുന്നില്ല എന്നുള്ള ചിന്തയിലാണ് നാം എല്ലാവരും. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യം പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടി പവിത്രമായ ഒരു ദിക്റുണ്ട്. ഇത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കൃത്യമായി ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് കരുതുന്ന കാര്യം നമുക്ക് സാധിച്ചു കിട്ടും. ഈ പുണ്യമാസത്തിൽ തന്നെ ഇത് ചൊല്ലി തുടങ്ങിയാൽ ഏറ്റവും ഉത്തമം. 1-2 ദിവസം മാത്രം ചൊല്ലിയാൽ പോരാ, അത് താഴെ പറയുന്ന രീതിയിൽ കൃത്യമായി നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സങ്കടം കേൾക്കാതിരിക്കില്ല ഇൻഷാ അല്ലാഹ്. ആ ദിക്ർ എത്ര എണ്ണം വീതം ഇന്ന രീതിയിൽ ചൊല്ലുക. നമ്മുടെ എന്താഗ്രഹമാണോ നമുക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടേണ്ടത്, ഒന്നുകിൽ നമ്മുടെ മക്കളുടെ വിവാഹകാര്യമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് കടബാധ്യതയുണ്ട്, അത് തീർക്കാൻ ഹലാലായ മാർഗം എത്രയും വേഗം നമ്മളിലേക്ക് അടുപ്പിച്ച് തരാനുള്ള നിയത്തായിരിക്കാം. അതുമല്ല, നമുക്ക് അസുഖങ്ങൾ, മാരകമായ അസുഖങ്ങൾ, പല രീതിയിലുള്ള അസുഖങ്ങൾ നമുക്കുണ്ട്. ആ അസുഖം മാറിക്കിട്ടാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം നന്നായി കിട്ടാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സങ്കടത്തിൽ ഉണ്ട് ഇല്ലേ? എല്ലാവർക്കും ഉണ്ട്. ആരും എല്ലാം തികഞ്ഞവരില്ല. ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ ഓരോ സങ്കടങ്ങളും നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും ചുറ്റുപാടും ഉള്ളവർക്കുണ്ട്. അതിന് ഈ ഒരു ദിക്ർ പവർഫുള്ളാണ്. നിത്യേന ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുക. നമ്മുടെ കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പരീക്ഷ കഴിഞ്ഞാൽ അത് അവർക്ക് ഉന്നത മാർക്ക് മേടിച്ച് വിജയിക്കുവാനും ഈ ദിക്ർ അങ്ങോട്ട് നിയത്ത് വെച്ച് ഇത്ര എണ്ണം വെച്ച് അത് ചൊല്ലുക. പറയുന്ന രീതിയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കും. അത് ഈ പുണ്യമാസത്തിൽ തന്നെ തുടങ്ങിക്കോ. അല്ലാതെ നാളെ നമുക്ക് ആവശ്യം കാണണം ഇന്ന് അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അത് കിട്ടില്ല. നമുക്ക് നേരത്തെ കൂട്ടി മനസ്സിലാക്കി അതിന് നമ്മൾ അള്ളാഹുവിനെ വിളിച്ചെങ്കിലേ ആ വിളി കേൾക്കുകയുള്ളൂ. എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടാനും എന്താവശ്യമാണോ ഈ ദിക്ർ ചൊല്ലി നിങ്ങൾ റബ്ബിനോട് കൈ ഉയർത്തുന്നത്, ആ ആവശ്യം ഈ പുണ്യമാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഉത്തരം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ദിക്ർ എന്തെന്നാൽ യാ ഫത്താഹ് യാ അല്ലാ എന്നാണ്. പെട്ടെന്നാണ്, ഒരുപാട് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. യാ ഫത്താഹ് യാ അല്ലാ, യാ ഫത്താഹ് യാ അല്ലാ എന്ന ഈ ദിക്ർ സുബഹി നിസ്കാര ശേഷം 71 തവണ വലത് കൈ നെഞ്ചിൽ വെച്ച് നല്ല നിയത്തോട് ചൊല്ലിയാൽ ഏതൊരു നല്ല കാര്യവും എളുപ്പമാകും. നടക്കില്ല എന്ന് കരുതിയ കാര്യം സാധിച്ചു കിട്ടും, ഉറപ്പാണ്. ആ രീതിയിൽ നമ്മളങ്ങോട്ട് റബ്ബിനോട് നല്ല നിയത്തോടു കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചു കിട്ടും. ഈ രീതിയിൽ അങ്ങോട്ട് എൻ്റെ ഉമ്മമാരും സഹോദരിമാരും ഉപ്പമാരും ഇത് കേൾക്കുന്ന ആരാണോ, കൊച്ചു കുട്ടി തൊട്ട് മുതിർന്ന ഉപ്പമാർ വരെ ആരൊക്കെ ഈ സൗണ്ട് കേൾക്കുന്നു, അവർക്കെല്ലാം ഇത് പ്രയോജനപ്പെടുത്താൻ, ജീവിതത്തിൽ പകർത്താം. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. അവരും ചൊല്ലട്ടെ, അവരുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റട്ടെ. ഒരുപാട് ദുഃഖങ്ങൾ നമ്മുടെ ചുറ്റുപാടുള്ളവരുണ്ട് ഇല്ലേ? ഒത്തിരി പേരുണ്ട്. നമുക്ക് പരസ്പരം നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ അയൽവാസികളിലുണ്ട്, ഒരുപാട് നമ്മുടെ കൂട്ടുകാരിലുണ്ട്. എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എടി നീ ഇതൊന്ന് കേട്ട് നോക്ക്, ഈ ലിങ്ക് എടുത്ത് കേട്ടിട്ട് എന്താ പറയുന്ന രീതിയിൽ നീ ഇന്നതുപോലെ ചെയ്യ്, അത് നിനക്ക് സാധിച്ച് കിട്ടും. ഞാൻ എന്താ ചെല്ലാൻ തുടങ്ങി, നമ്മുടെ ആവശ്യം അവരുടെ അടുത്ത് പറയണ്ട. നിനക്ക് ഇന്ന വിഷമമല്ലേ ഉള്ളത്, ആ വിഷമം മാറിക്കിട്ടും. ഇന്ന രീതിയിൽ നീ അങ്ങോട്ട് ചെയ്യ്, അത് ഉറപ്പായിട്ടും നിനക്ക് സാധിച്ചു കിട്ടും എന്ന് പറഞ്ഞ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് സാധിച്ചു കിട്ടും. ഇത് കേൾക്കുന്ന എൻ്റെ ഉമ്മമാരാരാണേലും ശരി, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതൊരു ഇൽമിൻ്റെ ക്ലാസ്സാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും എന്ന്
കരുതിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.